ആദ്യമായി പറയാനുള്ളത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ച തീയതി 2025 ഓഗസ്റ്റ് 1 ഡൽഹിയിൽ വെച്ചാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുരസ്കാരത്തിനായിട്ട് പരിഗണിച്ച വർഷം 2023 പുറത്തിറങ്ങിയ ചിത്രങ്ങളെ പരിഗണിച്ചാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയിരിക്കുന്നത്. ജൂറി ചെയർമാൻമാരായിരുന്ന ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അശുതോഷ് ഗോവാരിക്കറും നോൺ ഫീച്ചർ ഫിലിമിൽ പി ശേഷാദ്രിയുമാണ്. അപ്പോൾ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ആരാണ്? അശുതോഷ്. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ആരായിരുന്നു? പി ശേഷാദ്രി. മികച്ച സംവിധായകൻ സുദീപ്തോ സെന്നാണ്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുദീപ്തോ സെന്നിനാണ് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം. മികച്ച നടൻ 2 പേർ പങ്കിട്ടിരിക്കുകയാണ്. ജവാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി വിക്രാന്ത് മാസിയുമാണ് മികച്ച നടന്മാരുടെ പുരസ്കാരം പങ്കിട്ടിരിക്കുന്നത്. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും. ഷാരൂഖ് ഖാൻ്റെ ചിത്രം ജവാൻ, വിക്രാന്ത് മാസിയുടെ ചിത്രം 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിന് വേണ്ടി മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച സഹനടനായിട്ടുള്ളത് മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള നമ്മുടെ വിജയരാഘവനാണ് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം. പൂക്കാലം എന്ന് പറയുന്ന മലയാള ചിത്രത്തിനാണ്. മുത്തുപേട്ടെ സോമു ഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി തമിഴ്നടനാണ്. പലർക്കും അറിയാമായിരിക്കും. ആ വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് തമിഴ് ലാംഗ്വേജിൽ പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമയ്ക്ക്. മികച്ച സഹനടി ഉർവശിയാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രം, മലയാളം ഉള്ളൊഴുക്ക്. മികച്ച സഹനടി ഉർവശിയാണ്. മലയാളികൾക്ക് വീണ്ടും അഭിമാനിക്കാനുള്ള ഒരു കാര്യമാണ്. അടുത്ത മികച്ച സഹനടിയായിട്ടുള്ളത് ജാനകി ബോദിവാലയാണ്. ജാനകി ബോദിവാലെ വാഷ് എന്ന് പറയുന്ന ഗുജറാത്തി ചിത്രത്തിനാണ്. ജാനകി ബോദിവാല വാഷ് എന്ന് പറയുന്ന ഗുജറാത്തി ചിത്രം. പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം. മികച്ച സിനിമ ഫീച്ചർ ഫിലിം ഏതാണ്? 12th ഫെയിലാണ്. ഹിന്ദി ലാംഗ്വേജിലുള്ള 12th ഫെയിലാണ്. മികച്ച നോൺ ഫീച്ചർ ഫിലിം ഫ്ലവറിംഗ് മാൻ ആണ്. ഹിന്ദി ഭാഷയിലുള്ള ഫ്ലവറിംഗ് മാനാണ് മികച്ച നോൺ ഫീച്ചർ ഫിലിം. മികച്ച ഡോക്യുമെൻ്ററി ഗോഡ്, വൾച്ചർ ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മികച്ച ഡോക്യുമെൻ്ററി ആയിട്ടുള്ള ഗോഡ്, വൾച്ചർ ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്നതിനാണ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ദേശീയ പുരസ്കാരം. മികച്ച ജനപ്രിയ ചിത്രം റോക്കി ഔർ റാണി കി പ്രേം കഹാനി ഹിന്ദി ചിത്രമാണ്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ചിത്രം സാം ബഹദൂർ ഹിന്ദി. മലയാള സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങളിലേക്ക് നോക്കാം. മലയാള സിനിമ മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കിൻ്റെ സംവിധായകനാണ് ക്രിസ്റ്റോ ടോമിയാണ് ഉള്ളൊഴുക്കിൻ്റെ സംവിധായകൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതൽ എവിടെ നിന്നാണ്? മികച്ച നടൻ, മികച്ച നടി, സഹനടി. അതിനുശേഷം മലയാളത്തിൽ നിന്നാണ് ചോദ്യം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ നമുക്ക് മലയാളത്തിലേക്കുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. മികച്ച സഹനടൻ ആരാണ്? വിജയരാഘവനാണ് പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിന്. മികച്ച സഹനടി ഉർവശിയാണ് ഉള്ളൊഴുക്ക്. മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളി പൂക്കാലം എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച എഡിറ്റിംഗ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് 2018 എവരിവൺ ഈസ് എ ഹീറോ. നോൺ ഫീച്ചർ വിഭാഗത്തിലെ പ്രത്യേക പരാമർശമായിരുന്നു നെക്കൽ ക്രോണിക്കിൾസ് ഓഫ് ദി പാഡ്മാന് പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട്. സംവിധാനവും നിർമ്മാണവും ആരാണ്? എം കെ രാമദാസ്. മറ്റ് പ്രധാന പുരസ്കാരങ്ങളാണ് മികച്ച ഗായകൻ PVNS രോഹിത്തിനാണ് മികച്ച ഗായകനുള്ള പുരസ്കാരം. മികച്ച ഗായിക ശില്പ റാവു. മികച്ച സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ. മികച്ച തെലുങ്ക് ചിത്രം ഭഗവത് കേസരി. മികച്ച തമിഴ് ചിത്രം പാർക്കിംഗ്. മികച്ച ഹിന്ദി ചിത്രം കട്കൽ എ ജാക്ക് ഫ്രൂട്ട് മിസ്റ്ററി. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്.